ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇതുപോലെ വർഷക്കണക്കിന് അല്ലെങ്കിൽ മാസക്കണക്കിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന നമ്മുടെ അരിയിലാണെങ്കിലും പരിപ്പിലാണെങ്കിലും പയറിലാണെങ്കിലും ധാന്യങ്ങളിലാണെങ്കിലും എന്തിൽ തന്നെയാണെങ്കിലും നിങ്ങൾ എത്ര ദിവസം അല്ലെങ്കിൽ മാസങ്ങൾ കരുതി വെച്ചാലും വണ്ട് കയറാണ്ടിരിക്കാനും അല്ലെങ്കിൽ തണുപ്പ് ഏറ്റുകൊണ്ട് പൂപ്പൽ കയറാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു 3 സൂത്രവിദ്യ മാത്രം നിങ്ങൾ ചെയ്തു വെച്ചാൽ മതിയാകും കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന ബട്ടണും കൂടെ എനേബിൾ ആകും. അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ റീച്ച് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ജാതിപത്രിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇടികല്ലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ആ ഒരു മണമൊക്കെ നല്ല രീതിയിൽ പുറത്ത് വരത്തക്ക രീതിക്ക് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ജാതിക്കയാണ് കേട്ടോ. ഒരു അര കഷ്ണം ജാതിക്ക കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അതിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. പൊതുവെ ഈ സ്പൈസസിൻ്റെ സ്മെല്ലൊക്കെ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ പല്ലികൾക്കും പാറ്റകൾക്കും കൊതുകൾക്കൊക്കെ ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ജാതിക്കയും അതുപോലെ തന്നെ ജാതിപത്രിയും നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം ജാതിക്കയും ജാതിപത്രിയും പൊടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു ചിരാതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത ഈ ഒരു മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു അര ടീസ്പൂൺ അളവിലേക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു ജാതിക്കയും ജാതിപത്രിയും നല്ല രീതിയിൽ മുഴുകത്തക്ക രീതിക്ക് വേണം, മുങ്ങത്തക്ക രീതിക്ക് വേണം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു അരമണിക്കൂർ സമയത്തേക്ക് അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. തിരിയിട്ടിട്ട് തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു എണ്ണയിൽ ആ ഒരു എസെൻസ് ഒക്കെ, അതായത് ആ ഒരു ജാതിക്കയുടെയും ജാതിപത്രിയുടെയും എസെൻസ് ഇറങ്ങിക്കിട്ടും. അപ്പോഴാണ് വിളക്ക് കത്തിക്കുന്ന സമയത്ത് ആ ഒരു മണത്തോടുകൂടി, ആ ഒരു സ്മെല്ലോടുകൂടി നമ്മുടെ വിളക്ക് കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. വൈകുന്നേര സമയത്ത് ഈ ഒരു വിളക്ക് മാത്രം നിങ്ങൾ കത്തിച്ച് വെച്ചാൽ മതിയാകും. എത്ര തന്നെ കൊതുകിൻ്റെയും പൊടിയീച്ചകളുടെയും പല്ലിയുടെയും ശല്യം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും സ്വിച്ച് ഇട്ട പോലെ അതൊക്കെ ഇല്ലാണ്ടാവുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. കടയിൽ നിന്നും കണ്ട കെമിക്കൽസൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നതിന് ഒരു തവണ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 3 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം കുറച്ച് വലിയ വെളുത്തുള്ളി തന്നെ എടുത്തോളൂ. അത് ഇടികല്ലിട്ട് ജസ്റ്റ് ഒന്ന് ഇടിക്കുക. ഒരുപാട് ഇടിച്ച് ചതച്ചെടുക്കരുത്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇടിച്ചു കൊടുക്കുക. അതായത് ആ ഒരു വെളുത്തുള്ളിയുടെ സ്മെല്ല് പുറത്തേക്ക് വരത്തക്ക രീതിക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ ചേർത്ത് ആ ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒന്ന് ഇടികല്ലിട്ട് ഒന്ന് ഇടിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ വീട്ടിൽ നമ്മൾ കരുതി വെക്കുന്ന അരിയിലാണെങ്കിലും പയറിലാണെങ്കിലും ധാന്യങ്ങളിലാണെങ്കിലും ഈ ഒരു വെളുത്തുള്ളി നമ്മൾ ഇട്ട് വെക്കുകയാണെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞാൽ വണ്ട് കയറാണ്ട് കൊണ്ട് നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഞാനിത് എടുത്ത് വെച്ചിരിക്കുന്ന എൻ്റെ അരിയിലേക്കാണ് കേട്ടോ ഈ ഒരു വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത്. മാസങ്ങൾ കഴിഞ്ഞാലും അരിയിലേക്ക് വണ്ട് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണ്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അരിയിലേക്കും നമ്മുടെ ധാന്യത്തിലേക്കൊക്കെ വണ്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് വറ്റൽ മുളകാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു ടിഷ്യൂ പേപ്പറിലേക്കാണ് ഞാൻ കട്ട് ചെയ്ത് ചേർക്കുന്നത്. വറ്റൽ മുളക് നമ്മൾ കട്ട് ചെയ്ത് ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. ആ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വറ്റൽ മുളക് കട്ട് ചെയ്ത് ചേർക്കുന്നത്. അതിനുശേഷം ടിഷ്യൂ പേപ്പർ നല്ല രീതിയിൽ ഒരു കിഴി പോലെ നമുക്ക് കെട്ടിയിട്ട് ഒരു റബ്ബർ ബാൻഡ് ഒന്ന് സെക്യൂർ ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു വറ്റൽ മുളകൊക്കെ പുറത്ത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ആ ഒരു ഘാട്ട് നല്ലൊരു സ്മെല്ല് തന്നെയാണ്. അത്രത്തോളം സ്മെല്ലുള്ള ഒരു വറ്റൽമുളക് തന്നെ നിങ്ങൾ എടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ ഒരു കിഴി പോലെ നമ്മുടെ ആ ഒരു ടിഷ്യൂ പേപ്പർ കെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇതുപോലെ 1-2 ഹോൾസ് മാത്രം നിങ്ങൾ ആ ഒരു ടിഷ്യൂ പേപ്പറിൽ ഇട്ട് കൊടുത്താൽ മതിയാകും. അതിനുശേഷം നമ്മുടെ അരിയിലാണെങ്കിലും ധാന്യങ്ങളിലാണെങ്കിലും പയറിലാണെങ്കിലും പരിപ്പിലാണെങ്കിലും നിങ്ങൾ ഈ ഒരു കിഴി ഇട്ട് വെച്ചാൽ മതിയാകും. മാസങ്ങളല്ല വർഷങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ പിന്നീട് അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് ഒരു വണ്ട് പോലും കയറിയിട്ടുണ്ടാവില്ല കേട്ടോ. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ സൂക്ഷിച്ച് വെക്കുന്ന എൻ്റെ അരിയിലേക്ക് തന്നെയാണ് കേട്ടോ ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. മാസങ്ങൾ കഴിഞ്ഞാലും വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ അരിയിൽ വണ്ടൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ സൂത്രം തന്നെയാണ് കേട്ടോ ഇതും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ടു നോക്കാം. പ്രായഭേദമന്യേ ഇന്നത്തെ കാലത്ത് എല്ലാവരെയും അലട്ടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് വേഗത്തിൽ തന്നെ മുടി നരച്ചു പോകുക, അതായത് പ്രീമച്യൂർ ഗ്രേ. അങ്ങനെയുള്ള പ്രശ്നത്തിന് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ പരിഹാരമാണ് കേട്ടോ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ അളവിലേക്ക് കോഫി പൗഡറാണ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും തയ്യാറാക്കുകയാണെങ്കിൽ പിന്നീട് ഒരു വെള്ളമുടി
പോലും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. മാത്രമല്ല വെള്ളയായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു മുടിയൊക്കെ ഗ്രാജുവലായിട്ട് പിന്നീട് കറുപ്പായി മാറുന്നതും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു കോഫി പൗഡറിലേക്ക് ഞാൻ ചെറിയൊരു ഗ്ലാസ് അളവിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അതിലേക്ക് ചെറിയൊരു കൈപ്പിടി അളവിലേക്ക് കറിവേപ്പില, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് സവോളയാണ്. ഒരു അര കഷ്ണം സവോളയും നമുക്ക് അതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അകാലനര എന്നുള്ള ഒരു പ്രശ്നം വേരിൽ നിന്ന് തന്നെ ഇല്ലാണ്ടാക്കി പിന്നീട് നിങ്ങൾക്ക് വളരുന്ന മുടിയൊക്കെ റൂട്ടിൽ നിന്ന് തന്നെ നല്ല കറുപ്പായിട്ട് വളരാൻ വേണ്ടിയിട്ടും നല്ല തിക്കായിട്ടും അടർത്തിയായിട്ടും നല്ല ഷൈനിങ് ആയിട്ട് നിങ്ങളുടെ മുടി വളരാൻ വേണ്ടിയിട്ടും ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത്. നമ്മൾ ഇതിൽ ചേർത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ മുടിക്ക് അത്രത്തോളം നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ആ ഒരു കോഫി വെള്ളത്തിൽ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നമുക്കൊരു 1 മണിക്കൂർ സമയത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. 1 മണിക്കൂർ സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആ ഒരു കോഫി വെള്ളത്തോട് കൂടി തന്നെ നന്നായിട്ട് തന്നെ നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കാനുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ മുടിക്ക് എത്രത്തോളം നല്ലതാണ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം നമുക്കിനി ഇത് ഒരു 1 മണിക്കൂർ സമയത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതാ 1 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതാ 1 മണിക്കൂർ സമയം കൊണ്ട് നമ്മുടെ സവോളയും കറിവേപ്പിലൊക്കെ ആ ഒരു കോഫി വെള്ളത്തിൽ നല്ല രീതിയിൽ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ആ ഒരു സവോളയുടെ കളറൊക്കെ നന്നായിട്ട് തന്നെ ചേഞ്ചായി വന്നിട്ടുമുണ്ട്. ആ ഒരു വെള്ളം മുഴുവനായിട്ടും, അതായത് കുതിർത്ത ആ ഒരു കോഫി വെള്ളം മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നല്ല ഫൈൻ പേസ്റ്റാക്കി തന്നെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആഴ്ചയിൽ 1 തവണ നിങ്ങൾ നല്ലൊരു ഹെയർ പാക്ക് ആയിട്ട് നമ്മൾ ഈ അരച്ച ഈ ഒരു മിക്സ് നിങ്ങൾ നിങ്ങളുടെ ഹെയറിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ സമയത്തേക്ക് മാത്രം വെച്ചിരുന്നിട്ട് കഴുകിക്കളയുകയാണെങ്കിൽ മുടിക്ക് നല്ലതാണ്. നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ മുടിയിലുണ്ടാകും. അകാലം നിര വേരോടെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും കേട്ടോ. ആഴ്ചയിൽ 1 തവണ മാത്രം ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തന്നെ ആ ഒരു വ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ആയുർവേദിക് ഡോക്ടറായ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്ന ഒരു കിട്ടിലൻ മെത്തേഡാണ് കേട്ടോ ഇത്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ടു നോക്കാം. ഒരുപാട് മുടി നരച്ചു പോയി ആ ഒരു മുടിയൊക്കെ നാച്ചുറലായിട്ട് കറുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ മെത്തേഡാണ് കേട്ടോ. കെമിക്കലൊന്നും ഇല്ലാണ്ട് കൊണ്ട്, ഇൻഡിഗോ ഒന്നും ഇല്ലാണ്ട് കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ മുടി വേരിൽ നിന്ന് തന്നെ വിത്തിൻ മിനിറ്റ്സിൽ നമുക്ക് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അരച്ചു വെച്ച ആ ഒരു കോഫി മിക്സ്, അതായത് കോഫി പൗഡറും കറിവേപ്പിലയും അതുപോലെ തന്നെ സവോളയും കുതിർത്ത് നമ്മൾ അരച്ച ആ ഒരു മിക്സ് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ആവശ്യാനുസൃതം എടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിലേക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളത് എങ്ങനെയാണ് നല്ലൊരു ഹെയർ ഡേ ആയിട്ട് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബ്ലാക്ക് ഹെന്നയാണ്. ഈ ഒരു ബ്ലാക്ക് ഹെന്ന കെമിക്കലുകളില്ലാത്ത ഹെർബൽ അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ബ്ലാക്ക് ഹെന്നയാണ്. ആയുർവേദിക് ഷോപ്പിൽ നമുക്ക് ചോദിച്ചാൽ കിട്ടുന്നതാണ് കേട്ടോ. ഇതുമൂലം നമ്മുടെ മുടി ഡ്രൈ ആവില്ല, മുടി കൊട്ടിപ്പോകില്ല. മാത്രമല്ല ഈ ഒരു രീതിയിലാണ് നമ്മൾ ഹെയർ ഡേ ചെയ്യുന്നതെങ്കിൽ ഗ്രാജുവലായിട്ട് നമ്മുടെ വെള്ള മുടിയൊക്കെ റൂട്ടിൽ നിന്ന് തന്നെ കറുപ്പായിട്ട് വളരുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് മാത്രമല്ല പിന്നീട് 85 വയസ്സായാലും ഒരു വെള്ളമുടി പോലും കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഹെയർ ഡേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് കുളിക്കുന്നതിന് മുമ്പായിട്ട് വെറും അരമണിക്കൂർ സമയം മാത്രം നിങ്ങളുടെ തലയിൽ വെള്ളമുടിയിലൊക്കെ ഒന്ന് വെച്ചിരുന്നാൽ മതിയാകും. അതിനുശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. റൂട്ടിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ നമ്മുടെ വെള്ളമുടിയൊക്കെ കറുപ്പായിട്ട് മാറിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇങ്ങനെ നമ്മൾ ഹെയർ ഡേ ചെയ്യുമ്പോൾ അലർജി പ്രശ്നമോ മുടി കൊഴിയുന്ന പ്രശ്നമോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല. മറിച്ച് നല്ല രീതിയിൽ തന്നെ മുടി നല്ല തിക്കായിട്ടും അടർത്തിയായിട്ടും വളരാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർക്ക് വരയ്ക്കും ഒരുപാട് മുടി വെളുത്തിരിക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെയുള്ളവർക്കും ഇൻസ്റ്റൻ്റായിട്ട് നല്ല രീതിയിൽ മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു മെത്തേഡാണ്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കായപ്പൊടിയുടെ ബോട്ടിലാണ് കേട്ടോ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു കായപ്പൊടി തീർന്നു കഴിഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ കായപ്പൊടി തീർന്ന ബോട്ടിൽസൊക്കെ നമ്മൾ വലിച്ചെറിയാറാണല്ലോ പതിവ്. ഇനി അങ്ങനെ ആരും ചെയ്യേണ്ട കേട്ടോ. നമ്മുടെ അരിയിലും പയറിലും ധാന്യങ്ങളിലൊക്കെ വണ്ട് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കായപ്പൊടിയൊക്കെ ഇട്ട് വെക്കുന്ന കാലിയായ ബോട്ടിലൊക്കെ നമ്മൾ വലിച്ചെറിയാണ്ട് കൊണ്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു ബോട്ടിൽ നിന്ന് വരുന്ന കായപ്പൊടിയുടെ സ്മെല്ലിന് വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ ധാന്യങ്ങളിലും പയറിലും അരിയിലൊക്കെ വണ്ട് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.